മാഡത്തിനെയും സാറിനെയും ഞാൻ വീട്ടിൽ വിളിക്കും. എന്റെ അച്ഛന്റെയും അമ്മയുടെയും കാര്യത്തില് ഒരു സന്തോഷകരമായ തീരുമാനം വന്നിട്ട്. ഇതിപ്പോ വീട്ടില് സമാധാനമില്ലാത്തൊരു അന്തരീക്ഷം. അതുകൊണ്ട് മാഡവും സാറും വരണ്ട. ശരി സർ, നമുക്ക് കാണാം. ശരി മാഡം. ശരി. മോളെ, ഇതെന്റെ നമ്പറാ. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ കുട്ടീനെ വിളിച്ചോളൂ. ഇതും ജീവിതത്തിൽ ആദ്യമാ മാഡം. ചിലരൊക്കെ പരിചയപ്പെട്ടാലും നമ്പർ തരാതെ ഒഴിഞ്ഞു മാറും. മാഡം ഇങ്ങോട്ടായിട്ട് നമ്പർ തന്നിരിക്കുന്നു. സാറിനെയും മാഡത്തെയും പരിചയപ്പെട്ടപ്പോ എനിക്ക് തോന്നുന്നത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്ക് തീരുമാനമാവുന്ന. അങ്ങനെ തന്നെ ആവും മോളെ, അല്ലേ ബാലു? അതെ. ഞാനെന്നാ പോട്ടെ സർ. ശരി. ശരി മാഡം. ടാറ്റാ. എന്നാ കാണാം മോളെ. ശരി മാഡം, ഞാൻ പോയിട്ട് വരാം. പാവം കുട്ടിയല്ലേ ബാലു? എന്തായാലും നമ്പർ കൊടുക്കണ്ടായിരുന്നു. അതെന്താ ബാലു അങ്ങനെ പറഞ്ഞേ? എന്താ നമ്മൾ തനുജയ്ക്ക് വേണ്ടി പറയുന്നത് സിദ്ധുവിന് ഇഷ്ടാവില്ലെന്ന് പേടിച്ചിട്ടാണോ? ഇവിടെ ഇപ്പൊ സിദ്ധുവിന്റെ ഭാഗത്താ തെറ്റ്. ആ തെറ്റ് സിദ്ധു ഏറ്റു പറഞ്ഞാ എല്ലാം അവസാനിക്കില്ലേ? അല്ലെങ്കിൽ DNA ടെസ്റ്റിന് പോണം. സിദ്ധു അല്ല അച്ഛനെങ്കിൽ ഉടനെ തെളിയുമല്ലോ. അവളുടെ യഥാർത്ഥ അച്ഛൻ ആരാണെന്നുള്ള അന്വേഷണവും തുടങ്ങും. അങ്ങനെ കണ്ടെത്താലോ. തനുജയെ കണ്ടത് മുതൽ ബാലുവിന് നല്ല ടെൻഷനായിരുന്നു. സിദ്ധുവിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും അല്ലേ? സ്നേഹമൊക്കെ ആവാം. സ്നേഹം പോലെ തന്നെ ഇവിടെ ഇപ്പൊ ന്യായവും പ്രധാനമാ. ഞാൻ വെറുതെ ഒരു ഉദാഹരണം ചോദിക്കട്ടെ. സിദ്ധുവിന്റെ സ്ഥാനത്ത് ബാലു ആണെന്ന് വെക്ക്. ബാലുവിന് ആ കുട്ടി തള്ളി പറയാൻ പറ്റുമോ? കൈ ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റുമോ? നമുക്ക് പോവാം. ബാലു പോവല്ലേ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. സാങ്കല്പിക ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തിനാ ചന്ദ്രേ? ചോദ്യം സാങ്കല്പികമാണെങ്കിലും കഴമ്പുള്ളത് കൂടിയല്ലേ. ബാലു പറ, ബാലു മാറി നിൽക്കോ? അഥവാ ബാലു മാറി നിന്നാലും ഞാൻ അറിഞ്ഞ ആ കുട്ടിയെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരും. ഭാര്യ ഭർത്താവെന്ന നിലയ്ക്ക് നമ്മുടെ ബന്ധം പിന്നെ എങ്ങനെയാവുമെന്ന് അറിയില്ല. അതെങ്ങനെയായാലും ഒരു കുഞ്ഞിനെ, അതോ ഒരു പെൺകുഞ്ഞിനെ അച്ഛനില്ലാതെ വളരാൻ ഞാൻ സമ്മതിക്കില്ല. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.